അതിവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കേരളത്തിൽ ഒരു കാർ കമ്പനി ഉണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും വ്യവസായ സ്ഥാപനമുണ്ടോ? ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. കൊച്ചിയിൽ നടന്ന വ്യവസായ സംരംഭകരുടെ ജിമ്മിന് ശേഷം കേരളത്തിലേക്ക് ആദ്യമായി ഒരു കാർ കമ്പനി കടന്നു വന്നു. അത് BMW ആയിരുന്നു. BMW കാർ കമ്പനി കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വന്ന ഉടനെ അവർക്കെതിരെ സമരം ചെയ്തു. സമരം ചെയ്യുക മാത്രമല്ല, ആ സമരം ചെയ്യുകയും അന്ന് കേരള ബന്ദ് പ്രഖ്യാപിച്ച് സമരമുഖത്ത് വന്നപ്പോൾ BMW പറഞ്ഞു, ഇനി ഞങ്ങൾ ഇങ്ങോട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ നല്ല ആളുകളാണ്, വിദ്യാസമ്പന്നരാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കുടിൽ കെട്ടി നിൽക്കുന്ന ഈ നിഷേധാത്മക സമീപനം, ഈ സമരനയം മാറിയിട്ടല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ടില്ല. അന്ന് കരുണാനിധി 2 കൈയും നീട്ടി തമിഴ്നാട്ടിലേക്ക് സ്വീകരിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? BMW ആ കമ്പനി ഇന്ന് പ്രവർത്തിക്കുന്നത് ശ്രീപെരുമ്പത്തൂരിലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ആരാണ് ആ കാർ കമ്പനി അവിടെ നാട്ടി ഓടിച്ചത്? ആർക്കാണ് അതിന് ഉത്തരവാദിത്വം? കേരളത്തിലെ ഈ പരുവത്തിലേക്ക് എത്തിച്ചത് ഇവരാണെന്ന് യാഥാർത്ഥ്യം അറിയണം. വ്യവസായ രംഗത്തൊന്നും ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതാനും ദിവസം മുമ്പ് പിണറായി വിജയന്റെ സ്വന്തം നാട്ടിലെ ഒരു ടെക്സ്റ്റൈൽ മിൽ പൂട്ടിക്കിടക്കുന്നതിന്റെ വാർത്ത പത്രങ്ങളിൽ വന്നു. തുരുമ്പ് കിടിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അത്യാധുനിക ഉപകരണങ്ങൾ. യൂണിഫോം ഉണ്ടാക്കാനാണ് അത്രേ പിണറായി അവിടെ തീരുമാനിച്ചത്. യൂണിഫോമും ഇല്ല, തൊഴിലാളിക്ക് ശമ്പളവുമില്ല. സ്വന്തം നാട്ടിലെ ഒരു ടെക്സ്റ്റൈൽ മില്ല് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഇദ്ദേഹത്തിൽ നിന്ന് വ്യവസായ രംഗത്ത് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. ബഡായി മാത്രമാണ്, ബഡായി മാത്രമാണ്. ഇന്ന് നിങ്ങൾ പറഞ്ഞ കണ്ടല്ലോ, ഇവിടെ ഇന്നത്തെ പത്രങ്ങളിൽ ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിന്റെ വിതരണ സമയം കൂട്ടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ വിഷയം മദ്യഷാപ്പുകളുടെ രാത്രികാലങ്ങളിലെ കള്ളിന്റെ ലഭ്യതയാണോ? ഇന്ന് പത്രങ്ങൾ 1-ാം പേജിൽ 2 വാർത്തയാണ് കൊടുത്തത്. ഒരു ഭാഗത്ത് ഈ കള്ള് ഷാപ്പുകൾ സമയം ദീർഘിപ്പിച്ച വാർത്ത, മറുഭാഗത്ത് കണ്ണൂർ ജില്ലയിൽ മദ്യപിച്ചെത്തിയ മകൻ രാത്രിയിൽ തന്റെ അമ്മയെ, ശാന്ത എന്ന് പറയുന്ന സ്വന്തം അമ്മയെ ആന തുമ്പിക്കൈ കൊണ്ട് ആളുകളെ ചുഴറ്റി എറിയുന്നത് പോലെ മുറ്റത്തേക്ക് എറിഞ്ഞ് പിഴഞ്ഞു മരിച്ച ഒരമ്മയുടെ കഥ. രണ്ടും ഇന്നത്തെ പത്രത്തിൽ 1-ാം പേജിലുണ്ട്. എന്നിട്ട് പറയുന്നു, രാത്രി മദ്യപിച്ചെത്തിയ മകനാണ് അത് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, അത് കേരളത്തിൽ കൂടുതലാക്കണം? കേരളത്തെ ഇതുപോലെ ലഹരിയുടെ അടിമകളാക്കി ഒരു സമൂഹത്തെ കൊണ്ടുപോകണം? എന്തിനു വേണ്ടിയാണ്? സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരു നാടിനെ ബലി കൊടുക്കുകയല്ലേ ഇത്? ഒരു നാടിനെ ബലി കൊടുക്കുകയാണ്. എന്നിട്ട് പ്രചാരണങ്ങളിലൂടെ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.